കേടായതും പഴകിയതുമായ മാംസം ശേഖരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സംഘത്തെ പിടികൂടി. കുവൈറ്റിലെ ഷുവൈഖിലെ ഒരു സംഭരണശാലയിലാണ് ഇത് കണ്ടെത്തിയത്. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മുബാറക് അൽ കബീർ ഗവർണറേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ആഭ്യന്തര മന്ത്രാലയം, പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷനുമായി സഹകരിച്ച് ഷുവൈഖ് പ്രദേശത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന ഒരു വെയർഹൌസ് പിടിച്ചെടുത്തു. മനുഷ്യ ഉപയോഗത്തിന് അനുയോജ്യമല്ലാത്ത കേടായ മാംസം സൂക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായിരുന്നു ഈ ഗോഡൌൺ ഉപയോഗിച്ചിരുന്നത്. ആളുകൾക്ക് ചീത്ത മാംസം വിൽക്കുകയും അത് പുതിയ മാംസമാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തതായി ഒരു പൗരൻ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. അജ്ഞാത ഉത്ഭവമുള്ളതും ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായ വലിയ അളവിൽ മാംസം കൈവശം വെച്ചതിന് സിറിയൻ സമൂഹത്തിൽ നിന്നുള്ള ഒരു സംഘത്തെ അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്തു. പഴക്കം ചെന്നതും ചീഞ്ഞതുമായ ഭക്ഷണങ്ങൾ ശീതീകരിച്ച് നൽകുന്നതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആവശ്യമായ ആരോഗ്യ ലൈസൻസുകൾ നേടാതെയാണ് വെയർഹൌസ് പ്രവർത്തിക്കുന്നതെന്നും ഇത് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും വ്യക്തമായ ലംഘനമാണെന്നും കണ്ടെത്തി. സമൂഹത്തിന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുകയോ നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം അറിയിച്ചു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വേങ്ങര.